നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. क्या चुनाव के अंदर पॉलिटिकल पार्टियों के मैनिफेस्टो ये कोई शोपीस के लिए होते हैं क्या? सचमुच में तो मीडिया का काम है कि हर एक पॉलिटिकल पार्टी के मैनिफेस्टो की बारीकी से जांच पड़ताल करें. मैं इंतजार कर रहा था मीडिया करे. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പ്രതിഫലിക്കുന്നത് മുസ്ലിം ലീഗിന്റെ താൽപര്യമെന്ന് പ്രധാനമന്ത്രി. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസിനെതിരെ മോദിയുടെ കടുത്ത വിമർശനം. രാഷ്ട്രീയ ലാഭത്തിനായി കർണാടകത്തിൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് OBC പദവി നൽകിയെന്ന് മോദി. पश्चाताप कर रही है कि हमने इतनी बड़ी गलती कर दी, इनको बिठा दिया. तो जन समर्थन हमारा कम नहीं हुआ है, जन समर्थन हमारा बढ़ा है. लेकिन इन्होंने इतने ही कम समय में सीएम कौन, अभी भी वो बात सेटल नहीं हुई है. शपथ हुआ है सीएम का, लेकिन सेटल नहीं हुआ. अपने आप को सीएम मानने वाले लोग बहुत है उसमें. ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിനും ഞാൻ പോയിട്ട് എന്നെ പോലെ ഒരാൾ പോയിട്ട് ആ സ്ത്രീയോട് സംസാരിക്കണം. EP ജയരാജൻ നിഷേധിക്കുമ്പോഴും 3 തവണ ചർച്ച നടത്തിയെന്ന് ആവർത്തിച്ച് ശോഭാ സുരേന്ദ്രൻ. എല്ലാ ചർച്ചകളും BJPയിൽ ചേരുന്നതിനായി. ജാവദേക്കറെ കണ്ടതല്ലാതെ ശോഭ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമെന്ന് ജയരാജൻ. EP വിഷയം CPM സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു. തിരുവനന്തപുരത്ത് മേയറോട് തർക്കിച്ച KSRTC ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. അപമര്യാദയായി പെരുമാറിയതിന് പോലീസ് കേസ്. വണ്ടി തടഞ്ഞ മേയർക്കെതിരായ ഡ്രൈവറുടെ പരാതി പോലീസ് പരിഗണിച്ചില്ല. ബസ്സിലെ യാത്രക്കാരോട് വിവരം തേടി KSRTC വിജിലൻസ്. പൊരിവെയിലത്ത് വീണ്ടും സമരത്തിനിറങ്ങി കോഴിക്കോട് ICU പീഡനത്തിലെ അതിജീവിത. അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുന്നു. 3 ദിവസത്തിനകം റിപ്പോർട്ട് തരാനാണ്. 5 ദിവസം കഴിഞ്ഞു, ഇതിന് തീരുമാനമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ സമരം തന്നെ തുടരും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അന്വേഷണം തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി ചോദ്യം ചെയ്യലിന് ഹാജരായി. ചെന്നൈയിൽ മലയാളി ദമ്പതികളെ കൊലപ്പെടുത്തി കവർച്ച. ആവടിയിലെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സിദ്ധ ഡോക്ടർ ജീവൻ, ഭാര്യ പ്രസന്നകുമാരി എന്നിവരെ. സ്വർണവുമായി മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. ഭരണ നേട്ടങ്ങളും അതുപോലെ തന്നെ രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങളും ന്യൂസ് 18നോട് പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിമുഖം. കോൺഗ്രസിനും UPA സർക്കാരിനും കടുത്ത വിമർശനമാണ് മോദി അഭിമുഖത്തിൽ നൽകിയത്. UPA ഭരണകാലത്ത് ഇന്ത്യ വികസ്വര രാജ്യങ്ങളുടെ കണ്ണിൽ ദരിദ്ര രാജ്യമായി മാറിയ കാഴ്ചയാണ് ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രതിശീർഷ GDP പിയർ ഗ്രൂപ്പിലെ മറ്റുള്ള രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 30%. ഇത് വാജ്പേയിയുടെ അടുത്ത ഭരണകാലത്ത് 35% ഉയർന്നു. എന്നാൽ പിന്നീടെത്തിയ UPA സർക്കാരിന്റെ കാലത്ത് ഈ കണക്ക് 30%-ലേക്ക് താഴ്ന്നു. പിന്നീട് താൻ അധികാരത്തിലെത്തിയ ശേഷം കഠിന പ്രയത്നത്തിലൂടെ ഇപ്പോൾ 42% ഉയർന്നതായി മോദി പറഞ്ഞു. UPA ഭരണകാലത്ത് പല രാജ്യങ്ങളും വികസനത്തിൽ ഇന്ത്യയെ കടത്തിവെട്ടി മുന്നേറുകയായിരുന്നു. ഇക്കുറി കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ താൽപ്പര്യങ്ങളുണ്ടെന്ന് തോന്നുകയാണ്. സത്യം പറയേണ്ടത് തന്റെ ഉത്തരവാദിത്തമായതിനാലാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നും പ്രധാനമന്ത്രി. നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ രാഹുൽ ജോഷി, ന്യൂസ് 18 കന്നഡ എഡിറ്റർ ഹരിപ്രസാദ, ന്യൂസ് 18 ലോക്മത് ആങ്കർ വിലാസ് ബാഡെ എന്നിവർക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. आपने जो है राजस्थान में एक रैली में एक कांग्रेस के मैनिफेस्टो पर एक डायरेक्ट अटैक किया. आपने ये तक कहा कि इनका एक स्कीम है जिससे कि ये वेल्थ डिस्ट्रीब्यूट करना चाहते हैं. ये पता लगाना चाहते हैं किसके पास कितनी जमा पूंजी है, किसके पास कितना पैसा है, किसके पास कितना सोना है, सिल्वर है, चांदी है, और उसको वो मुसलमानों में और घुसपैठियों में बांट देना चाहते हैं. क्या ये थ्रेट इतना रियल है? क्या आपको ऐसा दिखता है? कांग्रेस का जहाँ तक मैनिफेस्टो है, कोई मुझे बताए
क्या चुनाव के अंदर पॉलिटिकल पार्टियों के मैनिफेस्टो ये कोई शोपीस के लिए होते हैं क्या? सचमुच में तो मीडिया का काम है कि हर एक पॉलिटिकल पार्टी के मैनिफेस्टो की बारीकी से जांच पड़ताल करे। मैं इंतजार कर रहा था कि मीडिया करे। पहले दिन मैंने एक कमेंट तो कर दिया था, जी मैं कोई आज कर नहीं रहा जी कि भाई मुझे मैनिफेस्टो देख करके लगता है कि इस पर पूरी तरह मुस्लिम लीग की छाप है। तो मुझे लगा कि मीडिया चौंक जाएगा, जो एनालिसिस करने वाले चौंक जाएंगे, लेकिन पता नहीं अब उनकी व्यस्तता कुछ और है। मैनिफेस्टो में उनकी तरफ से जो परोसा गया उतना ही गुड़ी गुड़ी उछालते रहे। फिर मुझे लगता भी ये तो इकोसिस्टम का बड़ा मिलीभगत लगता है। अब मुझे सच्चाई लेकर जाना पड़ेगा। मैंने काफी 10 दिन इंतजार किया कि देश इस मैनिफेस्टो में जो बुराइयां हैं उसको कोई न कोई, क्योंकि निष्पक्ष तरीके से आता है तो अच्छा है। 2006 का एक वीडियो जो वायरल हो रहा है जिसमें मनमोहन सिंह जी ने कहा है कि गरीब मुसलमानों का पहला अधिकार रिसोर्सेज पर है, ये उन्होंने साफ कहा है। आपने उसको मैनिफेस्टो में भी ये बात पॉइंट आउट की है कि ओबीसी रिजर्वेशन का जो है पार्ट लेकर वो मुसलमानों को दे देना चाहेंगे, और 2004 से 2014 के बीच में उन्होंने 4-5 बार ऐसा करने की कोशिश की भी है। अरे भाई, ये तो बड़ा इंटरेस्टिंग सवाल आपने पूछा है। जरा मेरा जवाब लंबा हो जाएगा, लेकिन देश के लिए मुझे बताना पड़ेगा। बताइए। आप कांग्रेस का इतिहास देख लीजिए। 90 के दशक से ये मांग उठी है देश में। समाज का एक बहुत बड़ा तबका है जिसको लगता था कि हमारे लिए कुछ होना चाहिए, उसके लिए आंदोलन हुए हैं। 90 से पहले कांग्रेस ने पूरी तरह इस बात को खारिज कर दिया, उसका विरोध किया, उसको दबाने की कोशिश की है। यानी 90 के पहले का उनका दशक है। फिर उनको जितनी भी कमीशन बने, जितनी कमेटियां बनाई, उसके भी रिपोर्ट्स ओबीसी के विचार के पक्ष में आने लगे। अब उनके सिफारिशों को भी वो नकारते रहे, रिजेक्ट करते रहे, दबाते रहे। 90 के दशक में उनको लगा कि भाई अब इसको जरा उनकी वोट बैंक की राजनीति के अनुसार उसको टर्न दिया जाए। उन्होंने पहला पाप किया क्या? 90s के दशक में कर्नाटका में उन्होंने धर्म के आधार पर, आपको याद होगा, कर्नाटका में उन्होंने धर्म के आधार पर मुसलमानों को ओबीसी घोषित कर दिया। यानी देश के ओबीसी को नकारना, उस विचार को दबाना, उस विचार को रिजेक्ट करना, लेकिन राजनीति खातर मुसलमानों को ओबीसी घोषित कर देना। केंद्र से कांग्रेस गई, 2004 तक ये प्लान ठप रहा, उनका इरादा पक्का नहीं हुआ। 2004 में वो फिर आए, तो आते ही आंध्र में मुस्लिम को ओबीसी कोटा ये देना तय कर लिया। मामला कोर्ट में जाके उलझ गया। अब ओबीसी के 27% जो आरक्षण में मिला हुआ है, भारत की संसद ने दिया है, संविधान के मूलभूत भावना के प्रकाश में दिया है। 27% शहद लगाने की उन्होंने तैयारी कर दी, डाका डालने की कोशिश की। 2006 में नेशनल डेवलपमेंट काउंसिल की मीटिंग हुई थी, एनडीसी की। मनमोहन जी के बयान पर बहुत बड़ा हंगामा हो गया। 2 साल कांग्रेस पूरी चुप रही। 2009 के घोषणा पत्र में फिर से इसका जिक्र किया। 2011 में कैबिनेट नोट है इसका। 2011 के कैबिनेट नोट में ओबीसी के 27% हिस्सा डाका डाल करके उसमें से मुसलमानों को दे देना उन्होंने तय किया जी। 2012 यूपी चुनाव में भी उन्होंने इसकी एक असफल कोशिश की, फायदा नहीं हुआ। 2012 आंध्र हाईकोर्ट ने इसको रिजेक्ट कर दिया, रद्द कर दिया, कानूनी जजमेंट आ गया। एससी में गए, सुप्रीम कोर्ट में गए, वहां भी उनको कोई रिलीफ नहीं मिला। 2014 के घोषणा पत्र में भी
धर्म के आधार पर आरक्षण की बात कही है, जबकि हिंदुस्तान का संविधान जब बना तब तो कोई आरएसएस वाले, बीजेपी वाले संविधान सभा में नहीं थे। बाबा साहब आम्बेडकर जैसे लोग बैठे थे, पंडित नेहरू जैसे बैठे थे, सरदार वल्लभ भाई बैठे थे, देश के कई महापुरुष बैठे थे। उन सब ने लंबे चिंतन के बाद तय किया था कि भारत जैसे देश में धर्म के आधार पर आरक्षण नहीं दिया जा सकता। 2024 के चुनाव में आप देख रहे हैं उनका मैनिफेस्टो, और मैंने कहा इस पर पूरी तरह मुस्लिम लीग की छाप है, यानी मुस्लिम लीगी नीतियां उन्होंने अपनाना शुरू किया। अब ये जो उन्होंने स्थितियां बनाई हैं, मुझे बताइए कि देश के लोगों को ये जिस प्रकार से संविधान की धज्जियां उड़ा रहे हैं, जिस प्रकार से लोग बाबा साहब आम्बेडकर को अपमानित करते हैं, एससी एसटी के आरक्षण पर भी खतरा, तलवार लटका देते हैं, ओबीसी का तो जीना मुश्किल कर देंगे। क्या मुझे देश की जनता को प्रशिक्षित करना चाहिए कि नहीं करना चाहिए? मैं सभी जो भी विद्वान लोग हैं, जो कलम के धनी हैं, जो निष्पक्ष हैं, उनका ये दायित्व बनता है कि ऐसे समय देश को वो एजुकेट करें, सही चीजें बताएं। കോൺഗ്രസുകാർ ഇന്ത്യയിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി. സാം പിത്രോദ പറയുന്നത് പിന്തുടർച്ചാവകാശ നികുതി കൊണ്ടുവരുമെന്നാണ്. അതായത് വരും തലമുറയ്ക്കായി സ്വരൂപിക്കുന്ന പണത്തിനും നികുതി നൽകേണ്ടി വരുമെന്നാണ്. BJP സർക്കാർ ഒരിക്കലും ഇത്തരം കാര്യം പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ദേശീയ തലത്തിൽ സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇന്ത്യ അരനൂറ്റാണ്ട് ഭരിച്ച കോൺഗ്രസാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത്. എന്തിനാണ് ഈ അവസ്ഥ ഉണ്ടാക്കിയെന്നതിന് അവർ ആദ്യം മറുപടി നൽകട്ടെ എന്നും പ്രധാനമന്ത്രി ഈ അഭിമുഖത്തിൽ പറഞ്ഞു. सैम पिट्रोडा जी ने जो है इनहेरिटेंस टैक्स की बात की, जो हम लोगों की जमा पूंजी है, जब हम अपने लोग पूरा बचाते हैं अपने फैमिली के लिए, जब हम उसको अपने आने वाली जनरेशन को देंगे तो उस पर भी टैक्स लगेगा, और ये टैक्स बहुत बड़ा टैक्स हो सकता है। तो क्या आप कहेंगे कि बीजेपी अगर आएगी तो इस टैक्स को कभी नहीं लागू करेगी? भारतीय जनता पार्टी क्या करेगी, हमारे मैनिफेस्टो में साफ हमने लिख करके लाए हुए। अब उन्होंने कहीं सगुफा छोड़ दिया तो मैं भी वो झंडा लेके घूमूंगा, ये सवाल आपके मन में कैसे आ जाता है? जी, भारतीय जनता पार्टी की विचारधारा साफ है जी। हम अपनी विचारधारा के आधार पर कार्यक्रमों को लेकर के, मैनिफेस्टो को लेकर के देश के सामने जाते हैं। कृपा करके ऐसे महाशयों के विचारों को हम पर मत थोपिए भाई। मोदी जी, राहुल गांधी ने एक बात और कही है, वो कहते हैं कि जब वो सरकार अगर उनकी आएगी तो वो एक नेशनल एक्सरे कराएंगे। इसी से जुड़ा सवाल है, इसीलिए मैं पूछना चाह रहा हूँ, एक नेशनल एक्सरे कराएंगे। बात सिर्फ कास्ट सेंसस की नहीं है जो कि वो करते आए हैं, उस पर भी मैं आपका मत जानना चाहूँगा, मगर बात वो कहते हैं इससे आगे है। बात कास्ट की नहीं, बात जस्टिस की है। और वो कहते हैं कि हम जो है एक सोशियो इकोनॉमिक सर्वे लाएंगे, एक इंस्टीट्यूशनल सर्वे लाएंगे, और उसमें देखेंगे कि किसके पास किस जाति और किस उस वर्ग के पास क्या है, कितना धन है, कितनी इंस्टीट्यूशंस में भागीदारी है, और उसके बेसिस पर हम इस पूरे सिस्टम को रीडिस्ट्रीब्यूट करेंगे। इसको आप कैसे देखते हैं? सबसे पहले तो इस देश में जो लोग अपने आप को राजनीति के एक्सपर्ट मानते हैं, जो लोग देश के उतार चढ़ाव को बड़ी बारीकी से अध्ययन करते हैं, सबसे पहले उनका दायित्व है कि वो ऐसे लोगों को पूछे कि जिस परिस्थितियों का वर्णन आप कर रहे हो, अगर ये सही है तो 50, 60, 65 साल तो आपने राज किया भाई, ये मुसीबत के जो जन्मदाता आप हो, और आपने अब तक ये बर्बादी लाई क्यों? पहले उनका जवाब मांगो भाई, नंबर 1। नंबर 2, एक्सरे का मतलब क्या है जी? मतलब हर परिवार में जाना, घर घर छापा मारना, अगर किसी अनाज के डिब्बे में किसी महिला ने अपने गहने छपा के रखे हैं, उसको भी एक्सरे किया जाएगा, उनके गहने ले लिए जाएंगे, जमीनों का हिसाब किताब किया जाएगा, और फिर उसको रिडिस्ट्रीब्यूट करेंगे। ये दुनिया में एक माओवादी विचार ने सब किया हुआ है, दुनिया बर्बाद हो चुकी है जी। ये पूरी तरह अर्बन नक्सल
उस सोच का सीधा सीधा प्रकटीकरण है। और इसलिए मैनिफेस्टो आने के 10 दिन तक बाद भी ये जो जमात आए दिन लिखापट्टी करती है ना, वो चुप रही, उनके प्रोटेक्शन में चुप रही है। तब मिलके मेरी जिम्मेवारी बन जाती है कि देश को जगाना कि भाई देखिए आपको लूटने की ये तरकीब हो रही है। और दूसरा पार्ट है, डॉक्टर मनमोहन सिंह जी वगैरह उन्होंने हर बार कहा है कि भाई जो भी संपत्ति होगी इस पर पहला अधिकार किसका होगा। तो हिसाब किताब बहुत साफ है, वो क्या करना चाहते हैं। കർണാടകത്തിൽ രാഷ്ട്രീയ ലാഭത്തിനായി മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് OBC പദവി നൽകിയെന്ന് പ്രധാനമന്ത്രി. അതിനു മുൻപ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിഷേധാത്മക സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ടു. 2004-ൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ആന്ധ്രാപ്രദേശിലും ഇതേ നയം തുടരാൻ ശ്രമിച്ചു. അത് കോടതിയിൽ വലിയ സങ്കീർണമായ വിഷയമായി. കോൺഗ്രസ് പല കാലങ്ങളിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പരുവപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഇത് ജനങ്ങളും കോടതിയും പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം SC/ST സംവരണത്തെ വരെ അട്ടിമറിക്കുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. Regarding the guarantee schemes, in Karnataka, Congress promised 5 guarantees, and they, after coming to power, they delivered that one. They, as per their promise, they are delivering that one. Now, whereas in BJP is more, in the last election, you lost there, only 66 seats you were able to win there, BJP able to win there. Now again, येडियुरप्पा जी का लीडरशिप और उसका बेटा का लीडरशिप में ज़्यादा फोकस हो रहा है. इसका वजह से थोड़ा सा बीजेपी के अंदर भी कुछ लोग नाराज भी है उधर. वो एक्चुअली आपका मन में कर्नाटका में अभी बीजेपी कितना सीट जीत सकते हैं, क्या है आपका? नंबर 1, यस, कर्नाटका की जनता पश्चाताप कर रही है कि हमने इतनी बड़ी गलती कर दी, इनको बिठा दिया। तो जन समर्थन हमारा कम नहीं हुआ है, जन समर्थन हमारा बढ़ा है। लेकिन इन्होंने इतने ही कम समय में सीएम कौन, अभी भी वो बात सेटल नहीं हुई है। शपथ हुआ है सीएम का, लेकिन सेटल नहीं हुआ है। अपने आप को सीएम मानने वाले लोग बहुत है उसमें। अब कानून व्यवस्था देखिए, चरमरा गई है, बम ब्लास्ट हो रहे हैं, हत्याएं हो रही हैं, आर्थिक स्थिति पूरी तरह कंगालियत की स्थिति में है। वादे तो बड़े बड़े कर दिए उन्होंने, और फिर टैग लगाए, ऐसा होगा तो ये मिलेगा, वैसा होगा तो नहीं मिलेगा। मतलब आप जनता के साथ धोखा भी कर रहे हो। जब हमने कहा कि भाई हम इन लोगों को आयुष्मान कार्ड देंगे, मतलब देंगे, फिर इफ्स एंड बट लगा करके उसमें बेईमानी नहीं करनी चाहिए। अभी जब हमने कहा कि हम 70 साल से ऊपर के किसी भी वर्ग के व्यक्ति होंगे, इनको आयुष्मान कार्ड देंगे, मतलब देंगे। आप में ये हिम्मत होनी चाहिए। उन्होंने किसानों की जो योजना थी वो रद्द कर दी, किसान सम्मान निधि। कोई कारण नहीं है इस प्रकार से करने का। अब बता, आप कोई सोच सकता है जब बेंगलुरु दुनिया में हमारा बहुत बड़ा देश की इज्जत बढ़ाने में बेंगलुरु का बहुत बड़ा रोल है। दुनिया में जब जाते हैं ना, तो बेंगलुरु कहते ही ऐसा लगता है वो जैसा परिचित है। टैंक हब के रूप में जाना जाता था, आपने देखते ही देखते उसको टैंकर हब बना दिया, और टैंकर में भी माफियाशाही चल रही है। पानी के लिए लोग तरस रहे हैं। अगर ये जो हालत उन्होंने कर दी है, अब युवाओं के स्कॉलरशिप आपने संख्या भी कर दी, अमाउंट भी कम कर दी, यानी एक के बाद एक आपने ऐसे नेगेटिव काम किए हैं। जिन मुद्दों को लेकर के वोट मांगा, उन मुद्दों को आप वोट दे नहीं पा रहे हैं। अच्छा, डेप्यूटी सीएम वो अपने भाई के लिए वोट मांग रहे हैं, और वो खुद सीएम बन सके इसलिए सब खेल खेल रहे हैं। वो सीएम से हटे इसके लिए भी खेल खेले जा रहे हैं। जहां तक भारतीय जनता पार्टी का सवाल है, हम टीम स्पिरिट से काम करने वाले लोग हैं। भले मेरी टीम ने मोदी को आगे किया, लेकिन मेरी पूरी टीम काम कर रही है जी। उसी प्रकार से येडियुरप्पा जी हमारे वरिष्ठ नेता हैं,
लेकिन काम पूरी टीम कर रही है और टीम मेहनत करती है, लोगों को विश्वास भी है और हम आगे बढ़ रहे हैं। आपने जो है राजस्थान में एक रैली में कांग्रेस के मैनिफेस्टो पर एक डायरेक्ट अटैक किया। आपने ये तक कहा कि इनका एक स्कीम है जिससे कि ये वेल्थ डिस्ट्रीब्यूट करना चाहते हैं, ये पता लगाना चाहते हैं किसके पास कितनी जमा पूंजी है, किसके पास कितना पैसा है, किसके पास कितना सोना है, सिल्वर है, चांदी है, और उसको वो मुसलमानों में और घुसपैठियों में बांट देना चाहते हैं। क्या ये थ्रेट इतना रियल है? PM Modi interview brought to you by IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. പ്രകാശ് ജാവദേക്കർ EP ജയരാജൻ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവാദം കത്തിപ്പടരുന്നതിനിടെ ഈ വിഷയം ചർച്ച ചെയ്യുകയായിരുന്നു. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചു. യോഗത്തിൽ നിലപാട് EP ജയരാജൻ വിശദീകരിച്ചു. പാർട്ടിയുടെ തീരുമാനം സംസ്ഥാന സെക്രട്ടറി ഇന്ന് വിശദീകരിക്കും. 3:30 വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ശ്രീ MV ഗോവിന്ദൻ. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി BV അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, EP മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം ഇന്ന് ന്യൂസ് 18 കേരളവുമായിട്ടും EP ജയരാജൻ സംസാരിച്ചുവല്ലോ. അദ്ദേഹം പറയുന്നത് ശോഭയുമായിട്ട് ഒരു കൂടിക്കാഴ്ചയും നടത്തിയില്ല, പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയമായിരുന്നില്ല. ഈ കാര്യം തന്നെ ഇന്ന് വിശദീകരിച്ചു എന്നാണോ? എന്ത് തീരുമാനത്തിലേക്ക് എത്തുവാനാണ് സാധ്യതയുള്ളത്? എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ? CPM സംസ്ഥാന സെക്രട്ടറി അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. EP വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു. EP ജയരാജൻ എന്താണ് ഇത് സംഭവിച്ചെന്ന കാര്യം പാർട്ടിക്ക് മുമ്പായി വിശദീകരിച്ചു. നേരത്തെ നമ്മോട് പറഞ്ഞതിന് സമാനമായി തന്നെയാണ് EP സംസ്ഥാന സെക്രട്ടറി യോഗത്തിലും കാര്യങ്ങൾ വിശദീകരിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചന. രാഷ്ട്രീയ കൂടിക്കാഴ്ചയായിരുന്നില്ല, തികച്ചും സ്വകാര്യ സന്ദർശനം. അതുകൊണ്ടാണ് ആ രീതിയിൽ പാർട്ടിയെ അറിയിക്കാത്തതും പുറത്ത് പറയാതിരുന്നതും. ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ആ യോഗത്തിൽ ചർച്ചയായില്ല, ആ കൂടിക്കാഴ്ച ചർച്ചയായില്ല എന്നൊരു വിശദീകരണമാണ് EP ജയരാജൻ നൽകിയത്. എന്താണ് EP ജയരാജന് ഈ വിഷയത്തിലുള്ള സംസ്ഥാന സെക്രട്ടറി തീരുമാനമെന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത ഉണ്ടായിട്ടില്ല. 3:30 വാർത്താ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി നടത്തും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. കാര്യമായൊരു നടപടി EPക്കെതിരെ ഉണ്ടായേക്കില്ല എന്ന സൂചനകൾ പുറത്ത് വരും. പക്ഷേ അപ്പോഴും അതിലൊരു വ്യക്തതയില്ല. കാരണം ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പരസ്യമായി EP ജയരാജൻ്റെ വിഷയത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ജാഗ്രത കുറവ് ഒരു പരസ്യ ശാസന പോലുള്ള നടപടിയെങ്കിലും ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ നേരത്തെ ഉയർന്നിരുന്നു. അത്തരം കാര്യങ്ങൾ കൃത്യം വൈകിട്ട് 3:30 വാർത്താ സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കും. ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട തെരഞ്ഞെടുപ്പ് അവലോകനമായിരുന്നു. അരുൺ, ഒരു കാര്യം കൂടി, ഇപ്പോൾ EP പ്രകാശ് ജാവദേക്കർ ചർച്ച ഇതേക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരിക്കുമല്ലോ സ്വാഭാവികമായും ഉണ്ടായിരിക്കുക. പക്ഷേ അതിനേക്കാൾ കടന്ന് ശോഭാ സുരേന്ദ്രൻ ഇന്നും EP-യുമായി 3 തവണ ചർച്ച നടത്തിയിരുന്നു. അത് BJP-യിൽ ചേരുന്നതിന് വേണ്ടിയാണ്. ഇക്കാര്യം ആവർത്തിക്കുകയാണല്ലോ. ഇത് പാർട്ടിയെ കുഴപ്പിക്കുന്നില്ലേ? ഇതിലേക്ക് ചർച്ച പോകുന്നുണ്ടോ? ആ ആരോപണം പൂർണ്ണമായും EP ജയരാജൻ നിഷേധിച്ചു. അത്തരത്തിൽ കൂടിക്കാഴ്ച നടന്നിട്ടില്ല. ശോഭാ സുരേന്ദ്രനെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല എന്ന നിലപാടാണ് EP സ്വീകരിച്ചത്. ഡൽഹിയിൽ ഹോട്ടൽ ലളിത് നടന്ന കൂടിക്കാഴ്ചയെ EP തള്ളിക്കളഞ്ഞു. ആ ഹോട്ടലിൽ താൻ ഇതുവരെ പോയിട്ടില്ല എന്നാണ് അദ്ദേഹം നിലപാട്. അതുകൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങളിലേക്ക് ചർച്ച വന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ജാവദേക്കറെ EP ജയരാജൻ കണ്ട സാഹചര്യവും അതുപോലെ തിരഞ്ഞെടുപ്പ് ദിവസം ഈ ആരോപണത്തെ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണവുമാണ് CPM-നെ കുഴപ്പിച്ചതും CPM നേതൃത്വം വലിയ അമർഷമുണ്ടാക്കിയതും. ആ കാര്യങ്ങളാണ് പ്രധാനമായും സെക്രട്ടറി ചർച്ച ചെയ്തത്. അതിലാണ് EP-യുടെ വിശദീകരണം കേട്ടതെന്നാണ് മനസ്സിലാകുന്നത്. എന്ത് തീരുമാനമാണ് അല്ലെങ്കിൽ എന്ത് ശുപാർശയാണ് ഇതിൽ, അല്ലെങ്കിൽ EP-യുടെ ഈ പരാമർശം ഏത് തരത്തിലാണ് പാർട്ടി ഔദ്യോഗികമായി കാണുന്ന കാര്യത്തിലാണ് ഈ വ്യക്തത വരേണ്ടത്. അത് വൈകിട്ട് വാർത്താ സമ്മേളനം വ്യക്തമാകും. അതിനു മുമ്പ് വിവരം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തീരുമാനമോ CPI-യുടെ ഭാഗത്തുണ്ടായ നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ശരി, അവരും മറ്റൊരു കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പ് അവലോകനമായിരുന്നുവല്ലോ പ്രധാന അജണ്ട. എന്താണ് വിലയിരുത്തൽ പാർട്ടിയുടെ? എത്ര സീറ്റുകൾ വരെ കിട്ടാമെന്നാണ്? 10 സീറ്റിന് മുകളിൽ CPM ഉറപ്പിക്കുന്നു. അത് 12 14 സീറ്റ് വരെ ആകാമെന്ന ഒരു റിപ്പോർട്ടാണ് ജില്ലാ നേതൃത്വങ്ങൾ നൽകിയിട്ടുള്ളത്. അത് ആ രീതിയിൽ CPM എടുക്കുന്നില്ല. ഏതായാലും 10 സീറ്റിന് മുകളിലേക്ക് പോകുമെന്ന ഉറപ്പാണ് നേതാക്കൾ നൽകുന്നത്. വടകരയിൽ കടുത്ത പോരാട്ടമായിരുന്നു. ചെറിയ വോട്ടിനെങ്കിലും അവിടെ ജയിച്ചു കയറുമെന്നാണ് വടകര ലോക്സഭാ മണ്ഡലം സംബന്ധിച്ച് CPM-ന്റെ വിലയിരുത്തൽ. കാസർഗോഡ് വിജയം ഉറപ്പെന്നവർ പറയുന്നു. കണ്ണൂരും വിജയം ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് ആലത്തൂരും പാലക്കാടും വിജയിക്കുന്ന സീറ്റുകളുടെ കൂട്ടത്തിലാണ് CPM പെടുത്തിയിരിക്കുന്നത്. അതിൽ മറ്റൊന്ന് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. ചാലക്കുടിയിൽ വലിയ രീതിയിൽ 1 ലക്ഷത്തിലേറെ വോട്ട്
T20 പിടിക്കും. അവിടെ അതുകൊണ്ട് തന്നെ വിജയമുറപ്പെന്ന ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റും അത്തരമൊരു വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത്. ചാലക്കുടിയും ജയിക്കുന്ന കൂട്ടത്തിലാണ് CPM കണക്കുകൂട്ടുന്നത്. തൃശ്ശൂർ ശക്തമായ ത്രികോണ പോരാട്ടത്തിനൊടുവിൽ VS സുനിൽകുമാർ ജയിക്കുമെന്ന് തന്നെയാണ് CPMന്റെ കണക്കുകൂട്ടൽ. മാവേലിക്കരയിലും വിജയം പ്രതീക്ഷിക്കുന്നു. പത്തനംതിട്ടയിലും ശക്തമായ പോരാട്ടമുണ്ടെങ്കിലും അവിടെയും കുറച്ചു വോട്ടിനെങ്കിലും തോമസ് ഐസക് ജയിച്ചു കയറുമെന്നാണ് വിലയിരുത്തൽ. ആറ്റിങ്ങൽ വിജയിക്കുന്ന സീറ്റുകളുടെ കൂട്ടത്തിലാണ്. തിരുവനന്തപുരത്തെ 2 ലോക്സഭാ മണ്ഡലങ്ങൾ ആറ്റിങ്ങലിന് പുറമെ തിരുവനന്തപുരം കൂടി ജയിക്കുമെന്ന് ജില്ലാ നേതൃത്വത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും ആ രീതിയിൽ സംസ്ഥാന സെക്രട്ടറി ഉൾക്കൊണ്ടിട്ടില്ല. അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ജയിക്കാമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ. ഏതായാലും 10 സീറ്റിന് മുകളിലേക്ക് ഉള്ള വിജയം ഇത്തവണ ഉണ്ടാകും. ഭരണവിരുദ്ധ വികാരമായിരുന്നു സർക്കാരിനെതിരെ ഉണ്ടാകുമെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. അത് ആദ്യം തിരിച്ചറിഞ്ഞത് CPM ആണ്. അതുകൊണ്ട് തന്നെ പ്രചരണ തുടക്കഘട്ടത്തിൽ തന്നെ ആ ഭരണവിരുദ്ധ വികാരത്തിനെ എങ്ങനെ മറികടക്കാമെന്ന് കൃത്യമായ നടപടികളിലൂടെ അത് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസമാണ് CPMനുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ ഏശിയിട്ടില്ല. വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അത് ഇരട്ടക്കം കടന്നുള്ള ഒരു വിജയപ്രതീക്ഷയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പങ്കുവയ്ക്കുന്നത്. ശരി അരുൺ, എന്തായാലും തെരഞ്ഞെടുപ്പ് അവലോകനമായിരുന്നു വിഷയമെങ്കിലും ആ അജണ്ടയിൽ നിന്ന് ഭിന്നമായിട്ട് EP ജയരാജൻ വിവാദം കൂടി പാർട്ടി സെക്രട്ടേറിയറ്റിന് ഇന്ന് ചർച്ച ചെയ്യേണ്ടി വന്നു. EP ജയരാജൻ തന്റെ നിലപാട് അത് നേരത്തെ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നതാണ്. ഇക്കാര്യങ്ങൾ സെക്രട്ടേറിയറ്റിൽ അറിയിച്ചു. എന്തായാലും 3:30 പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നതിന് മുൻപ് VV അരുണുമായിട്ട് EP ജയരാജൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ശോഭാ സുരേന്ദ്രനുമായി ഒരു കൂടിക്കാഴ്ചയും നടത്തിയിട്ടില്ല എന്നാണ്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹം നേരത്തെ തന്നെ സമ്മതിച്ചതാണ്. അതിലൊരു ജാഗ്രത കുറവുണ്ടായി എന്ന് ആവർത്തിച്ച് പറയുകയാണ് EP ജയരാജൻ. പക്ഷേ രാഷ്ട്രീയമായ ഒരു വിഷയവും ചർച്ച ചെയ്തിട്ടില്ല എന്നായിരുന്നു EP ജയരാജന്റെ നിലപാട്. VV അരുണുമായി EP ജയരാജൻ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. EP ജയരാജൻ വലിയ വിവാദങ്ങളിൽപ്പെട്ട് അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ വരുന്ന ഘട്ടമാണ്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു. ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവ് BJP നേതാവ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. ഒരു തവണ പോലും അവരെ കണ്ടിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് EP ജയരാജൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? എനിക്ക് ഒരു ആസൂത്രിതമായൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തും പറയാൻ പഠിക്കാത്തൊരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ടായി നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവർ പറഞ്ഞിട്ടുള്ള സ്ത്രീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാധ്യമക്കാർ സ്വതന്ത്രമായി അന്വേഷിച്ചിട്ട് പറയും. ഞാനിപ്പോൾ ഡൽഹി പോയൊരു കാലത്രേ ഞാൻ ആകെ 2 വർഷത്തിനുള്ളിൽ ഡൽഹിയിൽ പോയത് ആകെ ഒരു പ്രാവശ്യം നമ്മുടെ സമരത്തിന്റെ കാര്യത്തിൽ. എന്ത് ഡൽഹിയിൽ ഏത് ഹോട്ടലിലാണ് പോയി? ഞാൻ പോയാൽ അവിടെ താമസിക്കുന്ന കേരള ഹൗസിൽ മാത്രമാണ്. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം മനസ്സിലാകുന്നില്ലേ? ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? എന്തെങ്കിലും വിളിച്ചു പറയുക, അത് കൊടുക്കാൻ കുറച്ച് മാധ്യമങ്ങൾ. അതുകൊണ്ടല്ലേ ഇതിങ്ങനെ വരുന്നത്? എന്തും വിളിച്ചു പറയുന്നത് കൊടുക്കുന്നൊരു രംഗം മാറാൻ പാടുണ്ടോ മാധ്യമരംഗം? തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരമൊരു ആരോപണവും ആ 2 ദിവസത്തിനുള്ളിലാണ് വരുന്നത്. അതിലെന്തെങ്കിലും വേറെന്തെങ്കിലും ആസൂത്രിതമായിട്ടുള്ളൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ന് മാത്രമല്ല അതിലൊരു പ്ലാനിംഗ് ഉണ്ട്. എന്നെപ്പോലെയുള്ള ഒരാൾ BJP പോകാൻ ആർക്കത് വിശ്വസിക്കാൻ കഴിയുക? പിന്നെ ഞാൻ ഈ ശോഭാ സുരേന്ദ്രൻ എടുക്കുക, ഞാൻ പോകാനോ? എന്ത് കണക്കാക്കിയിട്ടാ പറയുന്നത്? ശോഭാ സുരേന്ദ്രൻ BJPയുടെ ഒരു വിമതപക്ഷത്തേക്ക് നേതാവ് കൂടിയാണ്. കഴിഞ്ഞ നേരത്തെയൊക്കെ സുരേന്ദ്രനുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അവര് BJP തന്നെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ കാണാൻ പോകുന്നൊരു നേതാവ് പരിഹാസം എനിക്ക് തോന്നുന്നത്. ആ സ്ത്രീക്ക് എന്താ പറ്റിയത്? ഈ ശോഭാ സുരേന്ദ്രൻ ഇടയ്ക്ക് CPMലേക്ക് വരും, അവിടെ BJPയിൽ അവർക്ക് വലിയ അവഗണനയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ഇടപെടൽ EP നടക്കും? കാരണം ഇത്ര പല ഓപ്പറേഷനിൽ EP ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഇത്തരം ആ കാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എനിക്ക് ഈ സ്ത്രീ അറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ അത്തരം കാര്യങ്ങളിലേ ഇടപെടാറില്ല. ശരിയായ നിലയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക പോവുക എന്നുള്ളതല്ലാതെ ഞാൻ അത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ശീലം എനിക്കില്ല, ഇടപെടാറുമില്ല. ഈ മുഖ്യമന്ത്രിയായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അങ്ങ്. ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്ന് അങ്ങയുടെ ഫ്ളാറ്റിലേക്ക് ഇത്തരം ഒരാൾ വരുമ്പോൾ, അങ്ങയുടെ മകന്റെ ഫ്ളാറ്റിലേക്ക്, അതൊന്ന് മുഖ്യമന്ത്രിയെങ്കിലും അറിയിക്കണ്ടായിരുന്നു? അല്ല, ഞാൻ പറയുന്നത് ആരൊക്കെ വരുന്നുണ്ട് മുഖ്യമന്ത്രിനെ അറിയിക്കേണ്ട എന്താ വിഷയമുള്ളത്? ഒരാൾ വഴിപോകുന്ന അവസരത്തിൽ എന്നെ പരിചയപ്പെടാൻ വേണ്ടി വരുന്നു. ഞാനിവിടെ കേരളത്തിൽ അവരുടെ BJPയുടെ ഒരു ഇതായിട്ടെന്തോ പ്രത്യേക ചുമതലക്കാരനായി പ്രവർത്തിക്കുന്നു. എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് പരിചയപ്പെടുന്ന വേണ്ടി മാത്രമാണ്. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്?
ഇ.പി. ജയരാജൻ ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ല, ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ആവർത്തിക്കുകയായിരുന്നു. പക്ഷേ അതേസമയം 3 തവണ ഇ.പി. ജയരാജനുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അത് ഇ.പിയുടെ ആവശ്യപ്രകാരമായിരുന്നു. ദല്ലാൽ നന്ദകുമാറാണ് ഇടനിലയായി പ്രവർത്തിച്ചത്. ഇക്കാര്യം ശോഭാ സുരേന്ദ്രൻ ഇന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി. ദല്ലാൽ നന്ദകുമാറിൻ്റെ എറണാകുളം വെണ്ണലയിലെ വീട്ടിൽ വെച്ചായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. അതിനുശേഷം ഡൽഹിയിൽ മുതിർന്ന നേതാവിനെ കാണുന്നതിനായിട്ട് സമയം ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ഡൽഹിയിലെത്തി ചർച്ച നടത്തി. പിറ്റേ ദിവസം BJPയിൽ ചേരാനിരുന്നതാണ് ഇ.പി. ജയരാജൻ. എന്നാൽ പൊടുന്നനെ ഒരു ഫോൺ കോൾ വരികയും BJPയിൽ ചേരാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയുമാണ് ഉണ്ടായതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതിനുശേഷവും തൃശൂർ രാമനിലയത്തിൽ വെച്ച് ഒരിക്കൽ കൂടി ഇ.പി. ജയരാജൻ തന്നെ വന്ന് കണ്ടു എന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. അപ്പോഴും ദല്ലാൽ നന്ദകുമാർ ഉണ്ടായിരുന്നു. BJPയിൽ ചേരാനുള്ള ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല, തീരുമാനം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞിരുന്നതായും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുകയുണ്ടായി. ഇതിനെല്ലാം തൻ്റെ കൈവശം തെളിവുണ്ട്, ഡേറ്റുകൾ സഹിതമാണ് ശോഭാ സുരേന്ദ്രൻ വീണ്ടും ഇക്കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. പക്ഷേ ശോഭാ സുരേന്ദ്രനുമായി ഒരു കൂടിക്കാഴ്ചയും നടന്നിട്ടില്ല എന്നുള്ള കാര്യം ഇ.പി. ജയരാജനും പറയുകയാണ്. അതേസമയം ദല്ലാൽ നന്ദകുമാറിനെതിരെ ശോഭാ സുരേന്ദ്രൻ പരാതി കൊടുത്തിരുന്നു. ഈ പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ശോഭാ സുരേന്ദ്രന്റെ മൊഴി ആലപ്പുഴ പുന്നപ്ര പോലീസ് രേഖപ്പെടുത്തുകയുണ്ടായി. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ദല്ലാൽ നന്ദകുമാറിനെതിരെ ഒരു പരാമർശത്തിന്റെ പേരിലായിരുന്നുവല്ലോ പോലീസിൽ പരാതി നൽകിയിരുന്നത്. ശോഭാ സുരേന്ദ്രൻ ആ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആ ഭൂമിയുടെ ഉടമസ്ഥ ശോഭയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നുവല്ലോ. എന്താണ് ഈ കേസിന്റെ മറ്റു വിവരങ്ങൾ? മഞ്ജുഷ, ദല്ലാൽ നന്ദകുമാർ നടത്തിയ 2ാമത്തെ പത്രസമ്മേളനത്തിലാണ് ശോഭാ സുരേന്ദ്രനെതിരെ അത്തരം ഒരു പരാമർശം നടത്തിയത്. ഭൂമിയുടെ ഉടമ ശോഭയല്ലെന്നും അതിൽ മറ്റു ചില ഉടമസ്ഥരുണ്ട് എന്നും പറഞ്ഞിരുന്നു. ഇത് ആ പറഞ്ഞ കാര്യങ്ങൾ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശോഭാ സുരേന്ദ്രൻ പുന്നപ്ര പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് പരാതി നൽകിയത്. ഇതിൽ ശോഭാ സുരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് FIR ഇട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 509 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അപകീർത്തികരമായ പരാമർശം നടത്തൽ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ ഇനി കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിന്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ദല്ലാൽ നന്ദകുമാറിന്റെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് പോലീസ് തീരുമാനമെടുക്കുക. ശരി ശരണ്യ, നേരത്തെ ദല്ലാൽ നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ ചില പരാമർശങ്ങൾ ശോഭാ സുരേന്ദ്രനെതിരെ നടത്തിയിരുന്നു. ഇതിനാണ് ശോഭാ സുരേന്ദ്രൻ പുന്നപ്ര പോലീസിൽ പരാതി കൊടുത്തത്. ഈ പരാതിയിൽ ദല്ലാലിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസമാണ് മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായത്. ഈ തർക്കത്തിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. അതോടൊപ്പം തന്നെ KSRTCയുടെ താൽക്കാലിക ഡ്രൈവറായിരുന്നു ഇദ്ദേഹം, ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. പക്ഷേ ആര്യ രാജേന്ദ്രനെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തുമില്ല. അതേസമയത്ത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. കാർ ബസ്സിന് കുറുകെയിട്ട ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആര്യ രാജേന്ദ്രൻ തർക്കിച്ചിരുന്നു ഡ്രൈവറുമായിട്ട്. വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നായിരുന്നു ആര്യ രാജേന്ദ്രൻ്റെ പരാതി. അതുപോലെ തന്നെ ഡ്രൈവർ ചില ആംഗ്യങ്ങൾ കാണിച്ചു, അത് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ളതാണ് എന്നാണ് ആര്യ രാജേന്ദ്രൻ്റെ പരാതി. ഈ പരാതിയിലാണ് KSRTC ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തത്. എന്നാൽ തന്നോട് തർക്കിക്കുകയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തു മേയർ എന്ന് കാണിച്ച് ഡ്രൈവറും പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയിൽ പോലീസ് ഇടപെട്ടിട്ടുമില്ല. KSRTCയുടെ വിജിലൻസ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. KSRTC ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരോട് ഇതേപ്പറ്റി വിജിലൻസ് സംസാരിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും റിപ്പോർട്ട് നൽകുക. KSRTC ബസ് ഡ്രൈവർ തന്നെ അപമാനിച്ചുവെന്നാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നത്. ഇതാണ് ദൃശ്യം. തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ മേയറും കുടുംബവും സച്ചിൻ ദേവ് MLAയും സച്ചിൻ ദേവിൻ്റെ കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ്. ആ കാറാണ് KSRTC ബസ്സിന് കുറുകെ കൊണ്ടിടുകയും അതിൽ നിന്ന് മേയർ പുറത്തിറങ്ങുകയും കൂടെ ഉണ്ടായിരുന്നവരും KSRTC ഡ്രൈവറുമായി തർക്കിക്കുകയും ചെയ്തത്. സൈഡ് കൊടുത്തില്ല എന്നുള്ളതാണ് ആര്യ രാജേന്ദ്രൻ്റെയും കൂടെ ഉണ്ടായിരുന്നവരുടെയും ആരോപണം. ഇതിൻ്റെ പേരിലാണ് ഡ്രൈവറുമായിട്ട് തർക്കിച്ചത്. ഈ ഡ്രൈവറെയാണ് ഇപ്പോൾ KSRTC താൽക്കാലിക ഡ്രൈവറായിരുന്നു ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ആര്യ രാജേന്ദ്രൻ്റെ പ്രതികരണം ഇക്കാര്യത്തിൽ കേൾക്കാം. ഇത് റോഡ് സൈഡ് തരാത്തൊരു പ്രശ്നമൊന്നുമല്ല, അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ ഭാഗവുമല്ല ഈ വിഷയം എന്നുള്ളത്
അദ്ദേഹം കാണിച്ചിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ഈ വിഷയം ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ പരാതിയിൽ തന്നെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട്, എന്നെ കാറിലിരുന്ന എന്നെയും എൻ്റെ സഹോദരൻ്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം കാണിച്ചതുകൊണ്ടാണ്, ലൈംഗിക ചുവയോടുകൂടി അസഭ്യം കാണിക്കുകയും അപകടകരമായ രീതിയിൽ അദ്ദേഹം വാഹനം ഓടിക്കുകയും ചെയ്തതുകൊണ്ടാണ് എൻ്റെ പരാതി. അല്ലാതെ സൈഡ് തരാത്തൊരു പ്രശ്നമേ അല്ല. ഡ്രൈവർ ഞങ്ങളോട് ഷൗട്ട് ചെയ്യുകയും അദ്ദേഹം ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷം പുറത്ത് കളയുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. ആ ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ മേയർ പറഞ്ഞത് തെറ്റെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സിഗ്നലിൽ തന്നെയാണ് മേയറുടെ വാഹനം കിടക്കുന്നത്. അത് മേയറുടെ ഔദ്യോഗിക വാഹനമല്ല, പ്രൈവറ്റ് വാഹനമാണ്. ഈ വാഹനം ആണ് KSRTC ബസ്സിന് കുറുകെ ഇട്ടത്. അവിടെ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് മേയറുടെ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്. പക്ഷേ മേയർ പറഞ്ഞത് അവിടെ അങ്ങനെയല്ല സംഭവിച്ചത് എന്നായിരുന്നു. പക്ഷേ മേയറുടെ ആ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത്. അതുമാത്രമല്ല, യദുവിനെതിരെ ലഹരി ഉപയോഗിച്ചു എന്നുള്ള ഒരു പരാതി കൂടി മേയർ നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ യദു പ്രതികരിക്കുകയുണ്ടായി. മാത്രമല്ല, യദു നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടുമില്ല. ഇതേക്കുറിച്ചും ഇന്ന് താൽക്കാലിക ഡ്രൈവർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. സംഭവത്തിൽ മേയറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ജോലിയിൽ പ്രവേശിക്കേണ്ടെന്ന് യദുവിനോട് DTO നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിജിലൻസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. ഗതാഗത മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇതിൽ മേയറുടെ ഭാഗത്താണ് പൂർണ്ണമായിട്ടും ശരി എന്ന രീതിയിലാണല്ലോ പോലീസ് പറയുന്നത്. പക്ഷേ KSRTC ഇക്കാര്യത്തിൽ ഇനിയും ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ലല്ലോ. മഞ്ജുഷി, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു എന്നാണ് മേയറും കുടുംബവും ഉന്നയിക്കുന്ന ആരോപണം. അതിനെ തുടർന്നാണ് വാഹനത്തിൻ്റെ അടുത്തെത്തി അത് ചോദ്യം ചെയ്തത്. അപ്പോൾ അശ്ലീല ചുവയോടുകൂടി അശ്ലീലാംഗ്യത്തോട് സംസാരിച്ചു എന്നാണ് പ്രധാന പരാതി. അതിനാണ് മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയിരിക്കുന്നത്. അശ്ലീല ചുവയുടെ തന്നോടും തൻ്റെ സഹോദര ഭാര്യയോടും സംസാരിച്ചു, അതിനാണ് പരാതി. വാഹനം അപകടമായ രീതിയിൽ ഓടിച്ചു എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടല്ല തർക്കം, ഓവർടേക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കമല്ല ഈ പരാതിക്ക് കാരണം. പരാതിയുടെ അടിസ്ഥാനം ഈ മോശമായി സംസാരിച്ചു, അശ്ലീലാംഗ്യം കാണിച്ചു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ആര്യ രാജേന്ദ്രൻ പറഞ്ഞത്, ഇത്തരത്തിൽ റോഡ് ക്രോസ് ഓവർടേക്ക് ചെയ്ത് വന്ന വാഹനം റോഡിന് കുറുകെ ഇട്ടു എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ അത് മേയർ പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു. അത്തരത്തിൽ ക്രോസ് ചെയ്തിട്ടിട്ടില്ല, സിഗ്നലാകുമ്പോൾ നിർത്തിയിടുക മാത്രമേ, നിർത്തിയിട്ടതിന് ശേഷം വാഹനത്തിലേക്ക് പോയി ബസ്സിലേക്ക് പോയി സംസാരിക്കുകയായിരുന്നാണ് ആര്യ പറഞ്ഞത്. പക്ഷേ അത് ശരിയല്ല എന്നാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ കാറ് റോഡിന് കുറുകെ ഇടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതായത് പുളിമൂട് മുതലാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നത്. പുളിമൂട് മുതൽ ഈ വാഹനം സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി. ഒടുവിൽ ഇവിടെ എത്തുമ്പോൾ വാഹനം മേയറും കുടുംബവും സജ്ജ വാഹനം റോഡിന് കുറുകെ ഇട്ട് KSRTC വാഹനം തടയുകയും അവിടെ വെച്ച് തർക്കമുണ്ടാവുകയും ചെയ്യുകയായിരുന്നു. ഇതാണ് ഡ്രൈവറും ആരോപിക്കുന്നത്. ഡ്രൈവർക്കെതിരെ ഈ മേയർ ആരോപിക്കുന്ന കുറ്റം അല്ലെങ്കിൽ ആ ആരോപണം ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നുള്ളതാണ്. അതിനാണ് ഇപ്പോൾ മേയറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ ഡ്രൈവർക്ക് യദുകൃഷ്ണന് നേരത്തെയും സ്ത്രീകളോട് മോശമായി സംസാരിച്ചതിനെ, മോശം അംഗവിക്ഷേപം കാണിച്ചതിനും ഒക്കെ കേസുണ്ട്. 2017 നിയമം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും FIR ഉണ്ട്. യദുകൃഷ്ണനെതിരെ താൽക്കാലിക ഡ്രൈവറാണ് മോശമായ ഒരു സ്ത്രീയോട് മദ്യപിച്ച് മോശമായി അശ്ലീല ചുവയോടുകൂടി മാത്രമല്ല ചില പ്രദർശനം നടത്തിയതിന് കൂടി അദ്ദേഹത്തിനെതിരെ കേസുണ്ട്. അത് ആര്യ ആരോപിച്ചിരുന്നു. അത് തെളിയിക്കുന്ന ചില FIR കോപ്പിയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ KSRTC അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. അതിലൊരു കൃത്യമായ തീരുമാനമായിട്ടില്ല. യാത്രക്കാരിൽ നടക്കം KSRTC വിജിലൻസ് മൊഴിയെടുക്കുന്നുണ്ട്. അതുവരെ റിപ്പോർട്ട് വരുന്നതുവരെ യദുകൃഷ്ണനെ വാഹനം ഓടിക്കുന്നതിൽ മാറ്റി നിർത്താനാണ് ഇപ്പോൾ തീരുമാനം. ശരി അരുൺ, എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ മേയർ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം സ്ത്രീകളോട് മോശമായ രീതിയിൽ പെരുമാറിയതിന് KSRTCയുടെ താൽക്കാലിക ഡ്രൈവർ യദുവിനെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. വോട്ടെടുപ്പിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാളെ പരാതി കൊടുക്കും. വടകര, കോഴിക്കോട് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിൽ കാലതാമസം ഉണ്ടായെന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. ഡെപ്യൂട്ടി തഹസീൽദാർമാരുടെ ഓഫീസ് CPM വാർ റൂമുകളായി മാറ്റിയെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് നടന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്.
സുപ്രഭാതം പത്രത്തിലെ LDF പരസ്യ വിവാദത്തിൽ വിശദീകരണവുമായി സുപ്രഭാതത്തിന്റെ മാനേജിംഗ് ഡയറക്ടറും SYS സംസ്ഥാന സെക്രട്ടറിയുമായ ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്തെത്തി. മുൻകാലങ്ങളിൽ LDFന്റെ പരസ്യത്തിന്റെ കൂടെ UDFന്റെ പരസ്യവും ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അതുണ്ടായില്ല. പരസ്യം ഉണ്ടെന്നറിയിച്ച ശേഷം UDF നൽകാതിരിക്കുകയായിരുന്നു. അതാണ് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണമെന്നും LDFന്റെ മാത്രം പരസ്യം നൽകേണ്ടി വന്നതും. സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഭിന്നിപ്പിച്ച് നിർത്തുകയെന്ന ശത്രുവിന്റെ ചതിക്കുഴിയിൽ സമസ്ത ലീഗ് പ്രവർത്തകർ വീഴാതെ ശ്രദ്ധിക്കണമെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രതികരിച്ചു. ऑपोजिशन की सारी पार्टीज, राहुल गांधी, कांग्रेस, सब ये कहते हैं कि मोदी जी ये जो है मैच फिक्सिंग कर रहे हैं इस चुनाव पर। उन्होंने कहा है कि ED, CBI और EVM के बिना आप चुनाव नहीं जीत सकते। क्या कहेंगे आप? PM Modi interview brought to you by IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത കമ്മീഷണർ ഓഫീസിന് മുന്നിൽ വീണ്ടും സമരം തുടങ്ങി. കേസുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് പ്രീതയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്ന പരാതിയിൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും സമരം തുടങ്ങിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ MS അനീഷ് കുമാർ നൽകും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ പീഡനത്തിന് ഇരയായ യുവതി കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ഏതാണ്ട് 6 ദിവസത്തോളം സമരം നടത്തിയെങ്കിലും പിന്നീട് ഒരു തീരുമാനം ഉണ്ടായില്ല. മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുകയും IG-യോട് ഇക്കാര്യം അന്വേഷണ റിപ്പോർട്ട് നൽകാൻ പറയുകയും ചെയ്തു. എന്നാൽ ഈ സമരം പിൻവലിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൽ യാതൊരു നടപടികളും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് അതിജീവിത വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവർ വീണ്ടും ആ സമരമായി എത്തിയിരിക്കുന്നു. നമുക്ക് അതിജീവിതയോട് തന്നെ ചോദിക്കാം, എന്താണ് വീണ്ടും ഇങ്ങനൊരു സമരം ആരംഭിക്കാനുള്ള കാരണം? അല്ല, ഞാനന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത സമയത്ത് IG-നോട് അന്വേഷിച്ച് റിപ്പോർട്ട് വാങ്ങിത്തരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞാൽ IG-നെ കണ്ടു. IG-നെ കണ്ടപ്പോൾ പറഞ്ഞ് 3 ദിവസത്തിനകം റിപ്പോർട്ട് തരാന്നാണ്. 5 ദിവസം കഴിഞ്ഞു, ഇതിന് തീരുമാനമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ സമരം തന്നെ തുടരും. ഇതൊക്കെതിരായ റിപ്പോർട്ട് എന്തായിരിക്കും തരാതിരിക്കാനുള്ള കാരണം? നിങ്ങൾ നേരത്തെ പലവട്ടം ചോദിച്ചു. ഞാൻ പലവട്ടം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് തന്നെയാണ്. അതിലുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുമെന്ന് ഭയം കൊണ്ടാണ് തരാത്തതെന്ന് പറഞ്ഞത്. പിന്നെ കോടതിയിൽ നടക്കുന്ന കേസ്, പക്ഷെ ഇത് കോടതിയിൽ നടക്കുന്ന കേസൊന്നല്ല. അപ്പൊ എന്തുകൊണ്ട് അതിലെന്തെങ്കിലും ഉണ്ടായിരിക്കും, അവരെന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാവും. അത് എനിക്ക് എന്റെ കേസിന് ബലമായി തീരുന്നുള്ള ഭയം ഉണ്ടാവും ഇവർക്ക്. അതുകൊണ്ടായിരിക്കും ഉണ്ട്. അത് ആദ്യം തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇതും തരാത്തത്. ഈ സർക്കാർ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിരുന്നു കേസിൽ, അല്ലെ? എന്നിട്ടാണ് IG അന്വേഷണ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞത്. എന്നിട്ട് ഒരു തീരുമാനമാകും. അതിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ 21-ാം തീയതി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DGPയുടെ അടുത്തുനിന്ന് ഓർഡർ ആയതാണ്. ഓർഡറിന്റെ പകർപ്പ് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഞങ്ങളത് നേരിട്ട് IG-യുടെ അടുത്ത് എത്തുകയും IG-യോട് സംസാരിക്കുകയും ചെയ്തതാണ്. 3 ദിവസം വെയിറ്റ് ചെയ്യാനാണ് IG പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം ദിവസം ഒരാഴ്ചന്റെ അടുത്തായി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ സമരം ആരംഭിക്കേണ്ടി വന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ അതിജീവിതക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് അവരുടെ പരാതിയുടെ അല്ലെങ്കിൽ നിജസ്ഥിതി അറിയാനോ വിവരാവകാശ രേഖപ്രകാരമുള്ള ഏതെങ്കിലും പേപ്പർ നോക്കാനോ ഒന്നും അനുവദിക്കാത്തൊരവസ്ഥയാണ് അവിടെ ഉള്ളത്. പൗരന്റെ അവകാശത്തെ തികച്ചും നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഈ പോലീസുകാരുടെ ഇടയിൽ ഉണ്ടാകുന്നത്. അത് ഞങ്ങൾ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ICU പീഡന കേസുമായി ബന്ധപ്പെട്ട കേസിനെ അങ്ങേയറ്റം ദുർബലമാക്കുന്നതാണ് ഡോക്ടർ പ്രീതിയുടെ മൊഴിയെന്നാണ് ഇവർ പറയുന്നത്. കൃത്യമായ പരിശോധനകൾ നടത്താത്ത, അന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താതെയാണ് അത്തരമൊരു റിപ്പോർട്ട് ഡോക്ടർ നൽകുകയും ചെയ്തത്. ആ റിപ്പോർട്ട് പരിഗണിച്ചാണ് ആ കേസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ ദോഷകരമായി ബാധിക്കുമെന്നും പറയുകയും ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രീതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ഈ പോലീസ് അന്വേഷണം നടത്തിയ ശേഷം എന്താണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്ന് കൃത്യമായി അതിജീവിതയെ അറിയിക്കുകയും ഉണ്ടായില്ല. ഈ ഫയൽ ആവശ്യപ്പെട്ട് പലവട്ടം പോലീസ് സ്റ്റേഷനുകളിലും സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസും കയറി ഇറങ്ങിയിട്ടും ഫലമുണ്ടായില്ല. ഇതേ തുടർന്നാണ് സമരം ആരംഭിച്ചത്. 6 ദിവസം സമരം തുടർന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം IG വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ നാളെ ഇതുവരെ യാതൊരു പുരോഗതിയും ഈ കേസിലുണ്ടായില്ല. എന്തായാലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അതിജീവിതയുടെ തീരുമാനം.
ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവശേഷം അണുബാധ ഉണ്ടായ 31-കാരി ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. സംഭവത്തിൽ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. അമ്പലപ്പുഴ കരൂർ സ്വദേശി ഷിബിനെയാണ് മരിച്ചത്. അണുബാധയെ തുടർന്ന് ഷിബിനിയുടെ കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് തകരാർ സംഭവിച്ചിരുന്നു. അതേസമയം പ്രസവത്തിന് മുൻപേ അണുബാധ ഉണ്ടായിരുന്നതായും ഹൃദയാഘാതമാണ് മരണകാരണമെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. മാർച്ച് 26-നാണ് ഷിബിന വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രസവിക്കുന്നത്. തുടർന്ന് കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഷിബിനയെ വിട്ടയച്ചതായി കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. മാർച്ച് 30-ന് അസഹനീയമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം വീണ്ടും ആശുപത്രിയിലെത്തി. അപ്പോഴും അധികൃതർ വേണ്ടത്ര ഗൗരവം കാട്ടിയില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. കരളിന് ഉൾപ്പെടെ അണുബാധ ബാധിച്ചതിനാൽ ഡയാലിസിസ് അടക്കം ആരംഭിച്ചിരുന്നു. ആരോഗ്യത്തോടുകൂടി BP ഷുഗർ ഒരു പ്രശ്നമില്ല. 21-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 22, 23, 24, 25 ഒക്കെ കുഴപ്പമില്ല. യൂറിനറി ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ. ആ യൂറിനറി ഇൻഫെക്ഷന് അവർ മരുന്ന് കൊടുത്തപ്പോൾ ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു. കൾച്ചർ ചെയ്തതിന്റെ റിസൾട്ടിൽ അവർ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് തോന്നുന്നത്. കാരണം അതിന്റെ കൂടെ ഈ ബാക്ടീരിയയും കൂടെ കയറിയപ്പം അത് രണ്ടും കൂടെ ഇതായതാണെന്ന് തോന്നുന്നു. ഡയാലിസിസ് ചെയ്തു, PD ചെയ്തു. അവർക്ക് 29-ാം തീയതി 30-ാം തീയതി PD ചെയ്തു. PD ചെയ്തപ്പോൾ BP ഡൗൺ ആയി. അതിനുശേഷം 3 ദിവസം PD കണ്ടിന്യൂ ചെയ്തു. അണുബാധയാണ്, ക്ലെപ്സീലിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കയറിയിരിക്കുന്നത്. ഈ അണുബാധ എങ്ങനെ വന്നെന്ന് അവർക്കറിയത്തില്ല. ഷിബിനയുടെ രക്തത്തിൽ അണുബാധ ഉണ്ടായിരുന്നതായി ആശുപത്രി അധികൃതരും സ്ഥിരീകരിക്കുന്നു. പ്രസവത്തിന് മുൻപേ ഇതുണ്ടായിരുന്നു എന്നതാണ് അധികൃതരുടെ വാദം. എന്നാൽ പ്രസവത്തിന് മുമ്പുള്ള രക്തപരിശോധനകളിലൊന്നും അണുബാധ കണ്ടെത്തിയിരുന്നില്ല എന്നത് ബന്ധുക്കളുടെ ആരോപണത്തിന് ശക്തി പകരുന്നു. ഇന്നലെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ഷിബിന ഇന്ന് മരണപ്പെടുകയായിരുന്നു. മരണവിവരം അറിഞ്ഞതോടെ കടുത്ത പ്രതിഷേധമാണ് ആശുപത്രിയിലുണ്ടായത്. അതേസമയം പ്രസവത്തിന് 3 ദിവസം മുമ്പ് തന്നെ രോഗിക്ക് മൂത്രാശയത്തിൽ അണുബാധ ഉണ്ടായിരുന്നുവെന്നും ചികിത്സയിലൂടെ മെച്ചപ്പെട്ട ശേഷം 2 തവണ ഹൃദയാഘാതമുണ്ടായതാണ് മരണകാരണമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അബ്ദുൽ സലാം പറഞ്ഞു. സംഭവത്തിൽ പോലീസും ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ആരോഗ്യ വകുപ്പും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. ഇടുക്കിയിലെ മനുഷ്യരും വന്യജീവി സംഘർഷവും ഒഴിവാക്കാൻ ചിന്നക്കനാലും മൂന്നാറും തമ്മിലുണ്ടായിരുന്ന ആനത്താര പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകി. ഹൈക്കോടതി നിയമിച്ച വിദഗ്ധ സമിതിയുടേതാണ് ഈ ശുപാർശ. 3,30,186 കോളനികൾ മാറ്റിസ്ഥാപിച്ച് പ്രദേശം സംരക്ഷിത മേഖലയാക്കണമെന്നാണ് നിർദ്ദേശം. റേഷൻ കടകൾക്ക് സോളാർ ഫെൻസിംഗ് ഏർപ്പെടുത്തണം. മൂന്നാറിലെ പടയപ്പ എന്ന ആനയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് പ്രശ്നം പരിഹരിക്കാൻ ഉതകുന്നതല്ലെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുണ്ട്. മൂന്നാറിലെ വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് മൂന്നാറും ചിന്നക്കനാലിലും ഉണ്ടായിരുന്ന ആനത്താരകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് വിദഗ്ധ സമിതിയുടെ ആവശ്യം. അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണം മുൻനിർത്തിക്കൊണ്ട് ഈ ആനകളെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. പടയപ്പയെ മാറ്റുന്നത് തൽക്കാലം പ്രായോഗികമായ ഒരു നടപടിയല്ല. പടയപ്പയെ മാറ്റുന്നത് ഒരു പക്ഷേ മറ്റൊരു ആനയ്ക്ക് ഇവിടേക്ക് വരാനുള്ള വഴിയൊരുക്കുകയായിരിക്കും എന്ന് തന്നെയാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. അതിന് പകരം മൂന്നാറിലെ വ്യാപകമായ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. ആന ഭക്ഷണം തേടി വരുന്നത് റേഷൻ കടകൾക്ക് ചുറ്റുമായതിനാൽ, അല്ലെങ്കിൽ ആനയുടെ ആക്രമണം ഏറുന്നത് റേഷൻ കടകളെ കേന്ദ്രീകരിച്ചായതിനാൽ അതിനു ചുറ്റും സോളാർ ഫെൻസിംഗ് വേണം. അതുപോലെ തന്നെ രാത്രി 7 മണിക്ക് ശേഷമുള്ള ഇടവഴികളിലൂടെയുള്ള ടൂറിസ്റ്റ് സഞ്ചാരം ഒഴിവാക്കാം. കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരി വേണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ നിർത്തലാക്കാം തുടങ്ങിയ കാര്യങ്ങളും വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തി പോകുമ്പോൾ മാട്ടുപ്പെട്ടിയിലെയും ടോപ്പ് സ്റ്റേഷനിലെയും വഴിയോര കച്ചവടം നിരോധിക്കണം. ഇവർക്ക് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കണം. അതുപോലെ 386 കോളനികൾ മാറ്റിസ്ഥാപിക്കണം. പ്രത്യേകിച്ച് 301 കോളനിക്കാണ് ഇക്കാര്യത്തിൽ പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും കോടതിയുടെ വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അരിക്കൊമ്പൻ ദൗത്യത്തിന് ഇന്ന് 1 വർഷം പൂർത്തിയാവുകയാണ്. വർഷങ്ങളോളം ചിന്നക്കനാലിന്റെയും ശാന്തൻപാറയുടെയും ഉറക്കം കെടുത്തിയ കാട്ടുകൊമ്പനെ നാട് കടത്തിയിട്ടാണ് ഇപ്പോൾ 1 വർഷം പിന്നിടുന്നത്. 2023 ഏപ്രിൽ 29-നായിരുന്നു അരിക്കൊമ്പനെ മയക്കുപിടി വെച്ച് പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് മാറ്റിയത്. ആനയിറങ്കലിൽ മുങ്ങി നിവർന്ന് തേയിലച്ചെരുവുകളെ കീഴടക്കി നാടും കാടും അടക്കി വാണിരുന്നവൻ
ഇഷ്ടഭക്ഷണമായ അരിക്കായി അടുക്കളകൾ ഇടിച്ചു നിരത്തിയവൻ, പന്നിയാറിലെ റേഷൻ കടയിലെ നിത്യസന്ദർശകൻ. മതികിട്ടാൻ ചോല ഇറങ്ങി വരുന്ന കാട്ടാനകളിൽ ഏറ്റവും ശക്തനും അപകടകാരിയുമായിരുന്നു അരിക്കൊമ്പൻ. ഇവന്റെ അരി തേടിയുള്ള യാത്രക്കിടയിൽ തകർന്ന വീടുകളും നഷ്ടമായ ജീവനുകളും നിരവധിയാണ്. ഇതോടെയാണ് ആനയെ പിടിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തുടർ സമരങ്ങൾ നടത്തിയത്. ഒടുവിൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ ആദ്യവാരം മയക്കുവെടി ഉതിർക്കാനായിരുന്നു തീരുമാനം. പക്ഷേ മൃഗസ്നേഹികളുടെ കടന്നുവരവും കോടതി ഇടപെടലും വിഷയം സങ്കീർണമാക്കി. അപകടകാരിയായ ഒരു വന്യമൃഗത്തെ കാടുകടത്തുന്നു എന്നതിനൊപ്പം അരിക്കൊമ്പന് ഒരു ഹീറോ പരിവേഷമുണ്ടായി. ഫാൻസ് അസോസിയേഷനുകൾ രൂപപ്പെട്ടു. ആനയെ പിടികൂടുന്നതിനെതിരെ കേരളമെങ്ങും പ്രതിഷേധമുയർന്നു. ചിലപ്പോഴൊക്കെ ഒരു ദൈവിക പരിവേഷം പോലും ചാർത്തപ്പെട്ടു. ഒടുവിൽ 1 മാസത്തോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് 2023 ഏപ്രിൽ 29 ദൗത്യം പൂർത്തിയാക്കിയത്. സിമന്റ് പാലത്തേക്ക് നടന്നെടുത്ത അരിക്കൊമ്പനെ മയക്കുവെടിയിൽ കുരുക്കി. പെരിയാർ കടുവാ സംഘത്തിലേക്ക് മാറ്റിയെങ്കിലും അവിടെയും അരിക്കൊമ്പൻ വെറുതെ ഇരുന്നില്ല. മേഘമല ചുറ്റി തമിഴ്നാട്ടിലെ കമ്പത്തും സുള്ളിപ്പെട്ടിയിലുമെല്ലാം കസർത്ത് കാട്ടി. ഒടുവിൽ ഇവിടെ നിന്നും തമിഴ്നാട് വനംവകുപ്പ് പിടികൂടി തിരുനെൽവേലി കോതിയാർ വനമേഖലയിലേക്ക് മാറ്റുകയായിരുന്നു. അരിക്കൊമ്പൻ പോയതോടെ ചിന്നക്കനാലിലെ കാട്ടാനശല്യം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. ചക്കക്കൊമ്പനും മൊട്ടവാലിനും കാട്ടാനക്കൂട്ടങ്ങളും ഒക്കെ ജനവാസ മേഖലയിൽ പതിവാണ്. പക്ഷേ വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് നേരിയ കുറവുണ്ട്. ഇപ്പോൾ അരിക്കൊമ്പന്റെ പാതയിൽ ചക്കക്കൊമ്പൻ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഒരു ആനയെ കാടുകടത്തുക എന്നതല്ല ചിന്നക്കനാലുകാരുടെ ആവശ്യം, ശാശ്വതമായ പരിഹാരമാണ്. നാട്ടുകാർക്ക് സമാധാനത്തോടെ വീടിനുള്ളിൽ അന്തി ഉറങ്ങണം, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യണം, പേടി കൂടാതെ കുട്ടികളെ സ്കൂളിൽ അയക്കണം. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് പുലാമന്തോളിൽ പുലിപ്പേടി. പാലൂർ നിവാസികളാണ് പുലിപ്പേടിയിൽ കഴിയുന്നത്. ദിവസങ്ങളായി ഈ ഭാഗത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം പരന്നിട്ടുണ്ട്. പരാതിയെ തുടർന്ന് വനം വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. CCTV സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ പറഞ്ഞു. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിലെ വടക്കമ്പാലൂർ കിഴക്കേക്കര ഭാഗങ്ങളിലായിട്ട് പുലിയെ പോലെ സാദൃശ്യമുള്ള ഒരു ജീവിയെ കണ്ടു എന്നുള്ള ഒരു വാർത്ത ഒരു 3-4 ദിവസമായിട്ട് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതിൽ സത്യാവസ്ഥ 1-2 പേര് കണ്ടിട്ടുണ്ട്, പക്ഷെ വ്യക്തമായി കണ്ടിട്ടില്ല. ഒരാൾ രാവിലെ ഒരു 5:30-6 മണി സമയത്താണ് കണ്ടിട്ടുള്ളത്, മറ്റുള്ളവർ രാത്രി 11:45 സമയത്താണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആരും അതിനെ ഒരു വ്യക്തമായി നമുക്ക് പുലിയാണെന്ന് പറയുന്ന തരത്തിൽ കണ്ടിട്ടില്ല. ഇന്ന് ഫോറസ്റ്റ് ഓഫീസർമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും അത് വ്യക്തമായിട്ട് പുലിയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നാലും നമ്മളുടെ ഈ ഒരു സംശയം ഉള്ളത് കാരണം ഈ ഭാഗത്ത് ഒരു CCTV വെക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ലെറ്റർ ഇന്ന് തന്നെ DFO അതുപോലെ ഫോറസ്റ്റ് ഓഫീസർക്കും അയക്കുന്നതാണ്. അതുപോലെ ഈ ഇന്നലെ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോ ഈ കനാലുമ്പിൽ പുലിയോട് സദൃശ്യം പുലി അല്ലെങ്കിൽ കടുവ എന്നുള്ള ഒരു പിക്ചർ വെച്ച് എഡിറ്റ് ചെയ്തിട്ട് ഒരു ഫേക്ക് ന്യൂസ് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. യാതൊരു കാരണവശാലും ആളുകളെ ഈ തരത്തിലുള്ള ഒരു ഭീതിപ്പെടുത്തൽ ഉണ്ടാവരുത്. ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളുടെ ഇവിടെയുള്ള ആളുകൾ വളരെയധികം ജാഗ്രത പുലർത്തണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇടുക്കിയിൽ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ അന്തോണിപുരം ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം. കാട്ടുകൊമ്പൻ കൃഷിയിടത്തിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പ്രദേശവാസികൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി. മാങ്കുളത്തെ ജനങ്ങൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ. ചെന്നൈയിൽ മലയാളി ദമ്പതികളെ വീടിനകത്ത് കഴുത്തറത്ത് കൊന്നു. സിദ്ധ ഡോക്ടറായ ശിവൻ, ഭാര്യയും റിട്ടയർഡ് അധ്യാപികയുമായ പ്രസന്നകുമാരി എന്നിവരാണ് മരിച്ചത്. ആവടിയിലെ വീട്ടിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ശിവൻ വീട്ടിൽ ക്ലിനിക്ക് നടത്തുന്നുണ്ടായിരുന്നു. ക്ലിനിക്കൽ ചികിത്സയ്ക്ക് എന്ന പേരിൽ എത്തിയവരാണ് കൊലപാതകം നടത്തിയതെന്നാണ് സംശയം. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന്. തൃശൂർ വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്തെ സഹകരണ ബാങ്ക് ബ്രാഞ്ചിന് സമീപത്താണ് സംഭവം. കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ആന്റണിയുടെ മൃതദേഹം തലയ്ക്ക് അടിയേറ്റ് ചോര വാർന്ന നിലയിലാണ്. അരവിന്ദാക്ഷന്റെ മൃതദേഹം കണ്ടെത്തിയത് ബാങ്കിന് പിറകിലെ കാനയിൽ നിന്നാണ്.
മലപ്പുറം പെരിന്തൽമണ്ണയിൽ നാട്ടുകാരെ ആക്രമിക്കുന്നതിനിടെ പരിക്കേറ്റയാൾ മരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിസാമുദ്ദീനാണ് മരിച്ചത്. ലഹരിക്ക് അടിമയായ ഇയാൾ കഴിഞ്ഞ രാത്രി ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. മറ്റുള്ളവരെ ആക്രമിക്കുകയും ചെയ്തു. കീഴ്പ്പെടുത്താനുള്ള നാട്ടുകാരുടെ ശ്രമത്തിനിടയിലാണ് നിസാമുദ്ദീന് പരിക്കേറ്റത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കഠിനംകുളം പുതുക്കുറിച്ചി സ്വദേശി ജോൺ ആണ് മരിച്ചത്. പുലർച്ചെ 3:30 അപകടം. 6-അംഗ സംഘം മത്സ്യബന്ധനത്തിനായി പോകവെ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന 5 പേർ നീന്തി രക്ഷപ്പെട്ടു. മൃതദേഹം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ പാടത്തേക്ക് മറിഞ്ഞു. വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷമാണ് വാൻ പാടത്തേക്ക് മറിഞ്ഞത്. വാഹനത്തിൽ ഉണ്ടായിരുന്ന കർണാടക സ്വദേശികളായ 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഛത്തീസ്ഗഡിൽ വാഹനാപകടത്തിൽ 8 മരണം, 23 പേർക്ക് പരിക്കുണ്ട്. മരിച്ചവരിൽ 5 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടുന്നു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാനിലേക്ക് ഭാരം കയറ്റി വന്ന ട്രക്ക് ഇടിക്കുകയായിരുന്നു. ഒരു വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു വാനിലെ യാത്രക്കാർ. एक एनालिसिस एक न्यूज़पेपर ने की थी कि 25 नेता जब अपोजिशन पार्टी से बीजेपी की तरफ आ गए तो उसमें से 23 लोगों के ऊपर से जो है इस तरह के केसेस को या तो ठंडे बस्ते में डाल दिया गया या ड्रॉप कर दिया गया. इस बारे में पहली बात है PM Modi interview brought to you by IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടതിൽ പ്രതികരണവുമായി റവന്യൂ മന്ത്രി. വൈകിയെങ്കിലും ഗവർണർ ഒപ്പിട്ടത് ജനരോഷം ഭയന്നാണെന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത്. ഒപ്പിടാതെ ഇരുന്ന ഗവർണറുടെ നടപടി ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ബില്ല് പിടിച്ചുവെച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ പ്രതിപക്ഷം അന്തർധാര സജീവമായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഏത് അന്തർധാരയാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരു സംശയവും ഒരാശയവിനിമയവും ഇതുവരെ ഗവർണർ നടത്തിയിട്ടില്ല. ഭരണഘടന എന്താണോ പറയുന്നത് അത് നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട ഗവർണർ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇനി ഗവർണർ ജനരോഷത്തെ ഭയന്നാണോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കാൻ പോകുന്ന സ്വീകാര്യത മനസ്സിലാക്കിക്കൊണ്ടാണോ, ഇന്റലിജൻസ് സെന്ററിലും ഉണ്ടല്ലോ, അത് മനസ്സിലാക്കിക്കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഗുണകരമായി. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6655, പവന് 53,240 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5555, പവന് 44,440. വെള്ളി ഗ്രാമിന് 87, കിലോയ്ക്ക് 87,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്. ഇത്തവണ സീറ്റുകൾ 400 കടക്കുമോ? മോദിയുടെ ഗ്യാരണ്ടിയിലേക്കുള്ള റോഡ് മാപ്പ് എന്ത്? രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും വികസന സ്വപ്നങ്ങളും ന്യൂസ് 18നോട് പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തുറന്ന സംഭാഷണം ഇന്ന് രാത്രി 9 മണിക്ക്. PM Modi interview brought to you by IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ അതേന്ന് പറഞ്ഞു.